ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇതെൻ്റെ റമദാനിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഒരു റമദാൻ ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. ഞാൻ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്, അല്ലാതെ ലോങ് വീഡിയോസൊന്നും റമദാനിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കണം. അൽഹംദുലില്ലാ ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പുലർച്ചെ ഒരു 3:30-3:45 ഉള്ളിലൊക്കെ എണീറ്റു കേട്ടോ. എന്നിട്ട് ദോശ ചുടുകയാണ്. നമ്മൾ മാവ് കലക്കിയിട്ട് ചുട്ട ദോശയാണ് കേട്ടോ. അരിപ്പൊടി കൊണ്ടുള്ള ദോശ. എന്നും ഉമ്മച്ചി അത്താഴൊക്കെ റെഡിയാക്കിയിട്ട് വിളിക്കലാണ് ചെയ്യാറ്. ഇന്ന് ദോശ ചുടാനുള്ളത് കൊണ്ട് ഞാൻ തന്നെ എണീറ്റിട്ടാണ് കേട്ടോ നേരത്തെ ചെയ്യുന്നത്. അപ്പോൾ ഉമ്മച്ചി തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ദോശയൊക്കെ ചുട്ട് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പോയി പല്ല് തേച്ച് റെഡിയായിട്ട് വന്നു. മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് വന്നു. എന്നിട്ട് ഞാൻ ദോശയും കറി എടുത്തത് തലേ ദിവസത്തെ മീൻ കറിയാണ് കേട്ടോ. പിന്നെ മീൻ വറുത്തതും എടുത്തിട്ടുണ്ടായിരുന്നു. അരിദോശയിലേക്ക് മീൻ കറിയാണ് ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലും എല്ലാവരും അങ്ങനെ തന്നെ കഴിക്കുക. അപ്പോൾ അതിലേക്ക് മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഉഷാറായി. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു, അതൊക്കെ മെല്ലെ ഇരുന്ന് കുടിച്ച് തീർത്തിട്ട് പിന്നെ പോയിട്ട് വുളുവൊക്കെ എടുത്ത് വന്നിട്ട് നിസ്കരിക്കാനിരുന്നു കേട്ടോ. എന്നിട്ട് നിസ്കരിച്ച് കുറച്ച് നേരമൊക്കെ ഓതി ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചധികം ഇരുന്നിട്ട് ഓതി. പിന്നെ കിടന്നുറങ്ങി എണീറ്റപ്പോൾ 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബെഡൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് മക്കളൊക്കെ മക്കൾക്കൊക്കെ ഉമ്മച്ചി ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എണീറ്റ് ബെഡൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എല്ലായിടും വൃത്തിയാക്കാൻ വേണ്ടി നിൽക്കുക. നമ്മൾ റമദാനിൽ എല്ലാ ദിവസവും മാക്സിമം ക്ലീൻ ചെയ്യും. പിന്നെ തീരെ വയ്യാത്ത ദിവസങ്ങളിൽ മാത്രമാണ് ക്ലീൻ ചെയ്യാതിരിക്കുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള പണികളൊക്കെ പെൻഡിങ് ആണെങ്കിലും ഇത് എന്തായാലും മസ്റ്റായിട്ട് ചെയ്യൂട്ടാ. അലക്കലൊക്കെ 2 ദിവസം കൂടിയിട്ടൊക്കെ ചെയ്യുള്ളൂ, വാഷിംഗ് മെഷീനിലൊക്കെ ഇടാനുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ സ്ഥലമൊക്കെ ക്ലീൻ ചെയ്ത് റെഡിയാക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്നുറങ്ങിയിട്ടാണ് പിന്നെ അടുക്കളയിൽ കയറിയത്. പിന്നെ കുറച്ച് വറവൊന്നും കാര്യമായിട്ടില്ല, കുറച്ച് ചെറിയ ചെറിയ പണികളുണ്ടായിരുന്നുള്ളൂ. ഞാനൊരു പൊട്ടാറ്റോ ഫ്രൈ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സമൂസ മേടിക്കുകയാണ് ചെയ്തത്. ഏതെങ്കിലും 1-2 ഫ്രൈ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. സ്നാക്സ് എന്തെങ്കിലും 2 എണ്ണമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. കാര്യമായിട്ടൊന്നും ഉണ്ടാക്കില്ല. കാരണം എനിക്കും ഉമ്മച്ചിക്ക് മാത്രമല്ലേ നോമ്പുള്ളൂ, ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാമായിരുന്നു. ഫ്രൂട്ട്സ് എന്ന് പറയാൻ ഒരുപാടൊന്നുമില്ല. ചക്കരമത്തിയും ഓറഞ്ചും പിന്നെ ആപ്പിളും മാത്രം. അത് ആപ്പിളൊക്കെ കട്ട് ചെയ്യുള്ളൂ കേട്ടോ. നമ്മൾ ഒരുപാടൊന്നും വെക്കില്ല. കാരണം 2 ആൾക്കുള്ള ഫുഡ് നമ്മൾ കുറേ അരിഞ്ഞ് വെച്ചിട്ട് നാശാക്കണ്ടല്ലോ. അപ്പോൾ കുറച്ചേ വെക്കുള്ളൂ. എന്നിട്ട് അതൊക്കെ റെഡിയാക്കി. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൻ വന്നിട്ട് ആപ്പിൾ എടുക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം കലക്കാൻ തന്നു. നന്നാരി വെള്ളമാണ് കലക്കുന്നത് കേട്ടോ, ആ സർബത്ത്. അങ്ങനെ അത് കലക്കി റെഡിയാക്കിയിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോമ്പ് തുറക്കാനാകുമ്പോഴത്തേനും നമുക്ക് നല്ല തണവോടെ കുടിക്കാമല്ലോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ ഉണ്ണി അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. മോൻ എന്നെ വിളിച്ചിട്ട് വെള്ളം കൊടുക്കാൻ പറയുന്നു. അപ്പോൾ ഞാനിത് കലക്കി കഴിഞ്ഞാലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ വെച്ചിട്ട് വേഗം കലക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വേഗം ഫ്രിഡ്ജിലേക്ക് വെച്ച് അത് കഴിഞ്ഞിട്ട് അവിൽ മിൽക്ക് റെഡിയാക്കാനുണ്ടായിരുന്നു. അത് ഞാൻ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതൊന്ന് വെറുതെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ബാങ്ക് വിളിക്കുമ്പോഴത്തേനും ഒന്ന് റെഡിയാക്കാമെന്ന്, ടേബിളൊക്കെ ശരിയാക്കാമെന്ന് വിചാരിച്ചു. അവിൽ മിൽക്ക് കറക്റ്റായിട്ട് എനിക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്നൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് അറിയണ രീതിയിലാണ് ഞാനൊരു ഐഡിയ വെച്ചിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ഓൾറെഡി അതിൻ്റെ ഇത് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പഴവും മറ്റേ പാലും കൂടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്യേണ്ട പണി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ടേബിളൊക്കെ ഒന്ന് ശരിയാക്കാമെന്ന് വിചാരിച്ചു. സ്നാക്സും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിയിട്ട് പ്ലേറ്റിലാക്കി വെച്ചു. പിന്നെ വെള്ളം കലക്കിയതൊക്കെ ഗ്ലാസ്സിലാക്കിയിട്ട് വെച്ചിട്ട് ആ തരിക്കഞ്ഞി കാര്യങ്ങളെല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കാൻ നേരമായാലും നല്ല ഒരു സമാധാനത്തിലിരുന്ന് വേഗം കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ നോമ്പ് തുറക്കാനായി. നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ, ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബാങ്ക് വിളിച്ചു, ഞാൻ നോമ്പ് തുറന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നോമ്പ് തുറന്നിട്ട് വെള്ളം കുടിച്ച് നോമ്പ് തുറന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിൽ മിൽക്കാണ് കേട്ടോ കുടിച്ചത്. അത് മിക്സ് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. അങ്ങനെ അത് മിക്സൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് തുളുമ്പി പോകുമെന്നുള്ള രീതിയിൽ അങ്ങനെ അത് ഒരു ഭാഗത്തിരുന്നിട്ട് നമുക്കൊരു സമാധാനത്തിലിരുന്ന് കുടിക്കണം. അപ്പം ഞാൻ അതൊക്കെ കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ സമൂസ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സമൂസ ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ സമൂസയായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതും കഴിച്ചിട്ട്. പൊട്ടാറ്റോ ഫ്രൈ എന്ന് വെച്ചാൽ അതിങ്ങനെ സബോളൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. അത് ഞാൻ എൻ്റെ ഐഡിയയിൽ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു കട്ട്ലേറ്റിൻ്റെ ഒരു മോഡൽ അതൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് തരിക്കഞ്ഞി കുടിച്ചിട്ടാ. തരിക്കഞ്ഞി ഫുള്ളൊന്നും കുടിച്ചില്ല, 1/4 ഗ്ലാസ്സോളെ കുടിച്ചുള്ളൂ. അപ്പത്തിനും വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിൽ മിൽക്ക് കഴിച്ചപ്പോൾ തന്നെ ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയതല്ലേ എന്നുള്ള രീതിയിൽ കഴിച്ചതാണ്. നമ്മൾ മെയിനായിട്ടുള്ള കടികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പത്തിരി പോലത്തെ സാധനങ്ങളൊന്നും പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതന്നെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ഇതന്നെ മതിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പിന്നെ ഒരു ചക്കരമത്തയുടെ പീസ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ആപ്പിളിൻ്റെ പീസും കഴിച്ചു. അതവിടെ അവസാനിപ്പിച്ച് ഞാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ റമദാനിലത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.